Good morning. Types of communication is the topic which we are going to learn today. You already learned intrapersonal communication and interpersonal communication. So, today we are going to discuss group communication and mass communication. Group communication. Group communication is more complex process than interpersonal communication. The term group communication refers to the messages that are exchanged by group members. So, in group communication, there involved two or more senders and two or more receivers. And group communication is more complex than interpersonal communication. ഓക്കെ, അപ്പോൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ എന്താണ്, ഒരു സെൻറ്റർ ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ടു ഓർ മോർ സെൻറ്റേഴ്സും ടു ഓർ മോർ റിസീവേഴ്സുമാണ് ഉള്ളത്. ചില സമയങ്ങളിൽ എന്താണ്, നമ്മൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, ഒരു സെൻറ്റർ ഉണ്ടാവുള്ളൂ, റിസീവേഴ്സ് എന്താണ്, ടു ഓർ മോർ റിസീവേഴ്സ് ഉണ്ടാവും. അതും എന്താണ്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഗ്രൂപ്പിൽ നടക്കുന്ന മെസ്സേജിൻ്റെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി classified as intra-group communication, inter-group communication and organization communication. Intra-group communication, where a communication take place in the small group of people in a same group. For example, our classroom among our department. അപ്പോൾ എന്താണ് നമ്മളുടെ ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അതിനാണ് ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അതായത് ആ വിതിൻ ദ ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. അതായത് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് നമ്മുടെ ക്ലാസ് റൂം എന്താണ്, അതിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ പരസ്പരം ഉള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, അതായത് വിതിൻ ദ ഗ്രൂപ്പ്. ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, വിതിൻ ആൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിതിൻ ദ ഗ്രൂപ്പ്, ആ ഒരു ചെറിയൊരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, ഇൻ്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ എന്താണ് അടുത്തൊരു എന്താണ്, ഇൻ്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇൻട്രാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെയിം ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ പരസ്പരം ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ടു ഓർ മോർ ഗ്രൂപ്പ്സ് ഉണ്ടാവും, ആ ഗ്രൂപ്പ്സ് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ നമുക്ക് വേണമെങ്കിൽ എന്താണ് സെൻറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിനെ റിസീവേഴ്സ് ആയിട്ടോ അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ്, പല പല ഗ്രൂപ്പുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ, ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിലെ സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ് പല പല ക്ലാസ്, ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ക്ലാസ്സും വേറൊരു ക്ലാസ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കും, അവരുടെ ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് ഇൻ്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പാണ് ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ. ഇസ് ദ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ഇൻ എ ബിസിനസ് എൻ്റർപ്രൈസസിൽ നടക്കുന്ന ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ എംപ്ലോയീസ്, അവിടുത്തെ മാനേജ്മെൻറ്റ് എല്ലാവരും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, അതിൻ്റെ 3 ടൈപ്സ് പറഞ്ഞു. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സ് ആണ് ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു എന്താണ്, ഇപ്പോൾ ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈപ്സ് ഞാൻ പറയുന്നുണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്താണ് ഞാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ റഫർ ചെയ്യുമ്പോൾ വേറെ ടൈപ്സ് കിട്ടും. അപ്പോൾ ഇത് മിസ്സ് പറഞ്ഞത് മാത്രമാണോ എഴുതാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്ത വേണ്ട. നിങ്ങൾ റഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടൈപ്സ് എന്ത് വേണമെങ്കിലും എഴുതാം. ഞാൻ തന്നിരിക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് എഴുതാം. ഈ നോട്ട്സിൻ്റെ കൂടെ നിങ്ങൾ റഫർ ചെയ്യുന്ന എക്സ്ട്രാ റെഫറൻസ്, ഇപ്പോൾ നിങ്ങൾ റഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ്റെ വേറെ ടൈപ്സ് കിട്ടും. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ വേറെ ടൈപ്സ് കിട്ടും, അത് ആഡ് ചെയ്യാം. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണമെങ്കിൽ ടൈപ്സ് കിട്ടും, അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ എന്താണ് നമ്മളുടെ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ റെഫർ ചെയ്തിട്ട് ആ റെഫറൻസിൽ എന്തൊക്കെയാണോ വരുന്നത് എക്സ്ട്രാ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോവാം. എന്താണ് മിസ്സ് തന്ന 3 ടൈപ്പ് മാത്രമേ എഴുതാൻ പാടുള്ളൂ, ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനത്തെ ഒരു തോട്ട് നിങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾ റെഫർ ചെയ്ത് എഴുതുന്ന നോട്ട്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ റെഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അവർ റെഫർ ചെയ്തത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ റെഫർ ചെയ്തത് അവർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നോട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഒരു ചെറിയ നോട്ടാ തരുന്നുള്ളൂ. ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു ഗൈഡ്, ആ വഴി പോകൂ എന്ന് പറയുന്ന ഒരു ഗൈഡാണ്, ജസ്റ്റ് ഒരു ഗൈഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങളെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും എഴുതേണ്ടതൊക്കെ നിങ്ങളാണ്. അപ്പം ഇപ്പോൾ ഞാൻ തരുന്ന നോട്ട് വളരെ ചെറിയ നോട്ടാണ്. അപ്പോൾ ഈ നോട്ടിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ റെഫർ ചെയ്ത് നിങ്ങൾ എക്സ്ട്രാ നന്നായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ടൈപ്പാണ് കമ്മ്യൂണിക്കേഷൻ്റെ നെക്സ്റ്റ് ടൈപ്പാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. Mass communication or communications can be defined as the process of creating, sending, receiving and analyzing messages to a large audiences via verbal and written media. So mass communication എന്ന് പറയുമ്പോൾ എന്താണ്, ലാർജും ഹെട്രോജീനിയസും ആയിരിക്കും ആര് ഓഡിയൻസ്, അല്ലെങ്കിൽ റിസീവേഴ്സ് എന്തായിരിക്കും ലാർജ് ഓഡിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഹെട്രോജീനിയസ് ഓഡിയൻസ് ആയിരിക്കും. അവർക്ക് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ എന്താണ് എന്തെങ്കിലും ഒരു മീഡിയം യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരു വേർബൽ മീഡിയം ആവാം, അല്ലെങ്കിൽ റിട്ടൺ മീഡിയം ആവാം. എന്തെങ്കിലും ഒരു മീഡിയം, ഒരു മാസ് മീഡിയയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവാം. പ്രസ്, TV, റേഡിയോ, അല്ലെങ്കിൽ സിനിമ, ഇങ്ങനെ എന്തെങ്കിലും ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ് മീഡിയയുടെ ഒരു ഹെൽപ്പോട് കൂടി ഒരു ലാർജ് ആൻഡ് ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, mass communication is the extensive tool of group communication by the tools of mass communication such as books, the press, the cinema, radio, television, video and the internet. Mass communication is a communication at a distance with technology mediations, production, transmission and reception. എന്തെങ്കിലും ഒരു ടെക്നോളജിയുടെ ഒരു മീഡിയേഷനിലൂടെ ഒരു മീഡിയേറ്റർ ആയിട്ട് മാസ് കമ്മ്യൂണിക്കേഷനിലെ എപ്പോഴും ഒരു മീഡിയേറ്റർ ആയിട്ട് ഒരു മീഡിയ ഉണ്ടാവും. ആ ഒരു മീഡിയേറ്റർ ആയിട്ടുള്ള ഒരു മീഡിയയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ടെക്നോളജിയുടെ ഹെൽപ്പോടെ ആണ് ഈ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ വയ റേഡിയോ, ടെലിവിഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, ഇതിലൂടെയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മാസ് മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് കാണാം, വേർബൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ കുറച്ചുകൂടെ ടൈപ്സ് കാണാം. അപ്പോൾ അതുകൂടെ നിങ്ങൾ റെഫർ ചെയ്ത് എഴുതി വെച്ചോളൂ. കാരണം എക്സാമിന് ഈ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് 5 വെയിറ്റേജിൻ്റെ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ അതുകൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ എക്സ്ട്രാ റെഫർ ചെയ്തിട്ടുള്ള ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്ക് എക്സ്ട്രാ റെഫർ ചെയ്യാം. നിങ്ങൾ റെഫർ ചെയ്ത ടൈപ്സ്, നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള ടൈപ്സ്, നിങ്ങൾ പുതിയതായിട്ട് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ടൈപ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലൊരു PG ലെവലിൽ നോട്ടാക്കിയിട്ട് കയ്യിൽ വെക്കുക. എന്നിട്ട് അത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.